നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പകര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും പലരും വർഷങ്ങളായി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. അതായത്, നമ്മളെക്കാൾ ബലവാനായ, നമ്മളെക്കാൾ വലിപ്പമുള്ള ഒരാൾ വന്നാൽ അവരെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. പലർക്കും വലിപ്പമുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയം ഉണ്ടാവാറുണ്ട്, ഭയങ്കരമായ ഭയം ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിനകത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ പറയാം. ഇത് നമ്മുടെ ചർച്ച മാത്രമല്ല. ഇപ്പം ജെറ്റ്ലിയുടെയൊക്കെ പല സിനിമകളിലും അദ്ദേഹത്തെക്കാളൊക്കെ ഒരുപാട് വലിപ്പമുള്ള ആളോട്ട് ഫൈറ്റ് ചെയ്യുന്ന പല മെത്തേഡുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ചിന്ത മാത്രമല്ല. ഇപ്പം നമ്മളൊരു ചിന്ത ചിന്തിക്കുമ്പോൾ നമ്മുടെ വിചാരത്തിൽ നമ്മൾ മാത്രമാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അല്ല, ലോകരാജ്യങ്ങളിലുള്ള ഒരുപാട് മാസ്റ്റേഴ്സ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ചിത്രങ്ങൾ, ചലച്ചിത്രങ്ങൾ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ഒന്ന് കാണുകയാണെങ്കിൽ ഇതിൽ വലിയ കഴമ്പില്ല എന്ന് മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഓണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്ക് എന്നോട് താങ്കൾ എന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു കുങ്ഫുവിൻ്റെ ഒരു മാസ്റ്റർ ആണെന്ന് വെറുതെ പറഞ്ഞു. എനിക്ക് എൻ്റെ പ്രൊഫഷൻ അറിയില്ല, ഒരുപാട് പ്രൊഫഷനുണ്ട്, ഏത് പ്രൊഫഷൻ പറയുമെന്ന് പറഞ്ഞില്ല, വായി തോന്നുന്നു പറഞ്ഞങ്ങ് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് അയാൾ ചോദിച്ചു, നിങ്ങൾ കുങ്ഫുവിന് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരാളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഷർട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ഷർട്ട് തുന്നിയത് മുഴുവൻ വളരെ ചെറിയൊരു സൂചി കൊണ്ടല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അയാൾ ഞെട്ടിപ്പോയി. പിന്നെ അയാൾ എന്നെ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ഈ വലിപ്പത്തിലാണ് കാര്യം. ഇപ്പം വലിയൊരു തോക്കിനകത്തുനിന്ന് പോകുന്ന വെടിയുണ്ടകളാണ് ശരിക്കും ഒരാളെ കൊല്ലുന്നത്. അതിന് തോക്കിൻ്റെ വലിപ്പമില്ല, വളരെ ചെറിയ, അതിൻ്റെ പകുതിയുടെ വലിപ്പമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം, എപ്പോഴും ഷാർപ്പായിരിക്കുന്ന ആയുധം എന്ന് പറയുന്നതാണ് തുളച്ച് കയറുന്നത്, വലിപ്പമുള്ള ആയുധമല്ല. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കുക. പിന്നെ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തിയും കൂടെ കൂടുന്നതാണ് അഭ്യാസം, അല്ലാതെ ശക്തി മാത്രമല്ല. ചില ഗുരുക്കന്മാർ പറയാറുണ്ട്, നല്ല ആരോഗ്യം വേണം, അസാധ്യമായ ആരോഗ്യം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഫിറ്റ്നസ് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ ചിലർ ചോദിക്കും, അതായത് നമ്മൾ ആർക്കിട്ടും ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ, പിന്നെ മിണ്ടാതൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സമാധാന ജീവിതമാണ് നമുക്ക് നയിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ സമാധാന ജീവിതത്തിനിടയ്ക്ക് ഒരു ദിവസം ആള് മാറി ഒരാൾ നമ്മളെ വെട്ടാൻ വന്നു, അല്ലെ വെട്ടിന്ന് കൂട്ടിക്ക്, അവിടെ നമുക്ക് ഈ തമാശ പറയാനോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ലെന്ന് പറയാനോ അല്ലെങ്കിൽ സമാധാനം വേണമെന്ന് പറഞ്ഞ സമയം കിട്ടത്തില്ല. ഈ സമയത്ത് നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ ഡെയിലിയുള്ള പ്രാക്ടീസ് ആയിരിക്കും. ഈ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് വ്യക്തമായി അറിയാം, അയാൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് ഡെയിലി ഒരാളെ തല്ലാൻ വരുമെന്ന് പ്രതീക്ഷിച്ചല്ല. എന്നെങ്കിലും ഒരിക്കൽ വന്നാൽ നമുക്കത് ഉപയോഗിക്കാം. പക്ഷെങ്കിൽ അതിലുപരിയായിട്ട് അയാൾക്ക് ഹെൽത്ത് ബെനിഫിറ്റുകൾ ഒരുപാടുണ്ട്. ആ ഹെൽത്ത് ബെനിഫിറ്റുകൾ കവർ ചെയ്യാനാണ് അയാൾ എക്സസൈസ് ഒക്കെ ചെയ്ത് വളരെ പക്കയായിട്ട് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ആ എക്സർസൈസുകളൊക്കെ തന്നെ അയാൾക്ക് ഗുണപ്രദമായി വരികയും, ഇനി അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്കൊരു ജിമ്മിൽ പോയാൽ നമുക്ക് എക്സസൈസുകളും കാര്യങ്ങളും ഫിറ്റ്നസ്സും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു അറ്റാക്ക് വരുമ്പോൾ നമുക്കത് പറ്റണമെന്നില്ല. ഇതാണ് അതിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആരോഗ്യമൊന്നുമില്ല, നമ്മൾ ഒരു 10 ചുവട് നടക്കുമ്പോൾ നമ്മൾ വിറയ്ക്കുന്നുണ്ട് അല്ലെ അണയ്ക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താ, നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവലിലൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതിന് നമ്മളെ പ്രധാനപ്പെട്ട കാര്യം ഫിറ്റ്നസ്സാണ്. ഫിറ്റ്നസ്സിൻ്റെ കൂടെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം പഠിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഫിറ്റ്നസ്സിനേക്കാൾ കൂടുതൽ എന്തുണ്ട്, 2 കാര്യങ്ങൾ മാർഷൽ ആർട്ട് പഠിക്കുന്ന ഒരാൾക്ക് കിട്ടുമെന്നുള്ളതാണ്. പിന്നീട് എന്ത് ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെയും ഭയമില്ലാതെ നേരിടാനും അയാൾക്ക് കഴിയും എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പം അതുകൊണ്ട് മാർഷൽ ആർട്ടും മറ്റുള്ള അഭ്യാസങ്ങളുമായിട്ട് വ്യത്യാസം ഇതാണ്. ഇനിയും നല്ല വലിപ്പമുള്ള ഒരാൾ വരുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർക്കുക. അതായത് ബ്രൂസ്ലിയുടെ ഹൈറ്റ്, ബ്രൂസ്ലിയുടെ വെയിറ്റ്, ഇതെല്ലാം കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ എത്രയോ മാസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് വളരെ അറിയപ്പെടുന്ന മാസ്റ്റേഴ്സ്. ഇപ്മാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും മേലാത്തൊരു മനുഷ്യനായിരിക്കും. അപ്പോൾ 2 ഗുണങ്ങളാണുള്ളത്. ഇപ്പം നമ്മളെ കണ്ടാൽ ഒരു ഫൈറ്റർ അല്ല എന്ന് തോന്നുവാണെങ്കിൽ ആ ബെനിഫിറ്റ് നമുക്കാണ്. കാരണം ഒന്ന്, പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, വരുന്നയാൾക്കുള്ള പ്രതീക്ഷകളെ മാറ്റിക്കൊണ്ട് നമുക്ക് പലതും ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് വലിപ്പം കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ വലിപ്പമുള്ള ഒരാൾ വന്നാൽ എന്ത് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയണത്. നേരെ വീഡിയോയിലേക്ക്. ഏതൊരു വലിയ ബിൽഡിങ്ങും നമ്മൾ തുറക്കാൻ ഉപയോഗിക്കുന്ന ചാവി, കീ എന്ന് പറയുന്നത് ചെറുതായിരിക്കും. ക്ലിയർ? ഏതൊരു ഭാഗത്തോട്ട് ഒരു ആയോധനകല പഠിച്ച ഒരാൾ കയറി ചെല്ലുമ്പോൾ, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്, ഒരു വ്യക്തിയാണ് വ്യക്തി, അയാളുടെ വീക്ക് പോയിന്റ് എവിടെയാണെന്നായിരിക്കും അയാളുടെ ചിന്ത. 1000 പേര് അടിക്കാൻ വരുമ്പോൾ, ഒരു 40 പേര് നമുക്കിട്ട് അടിക്കാൻ വരുമ്പോൾ ആദ്യം ഓടാനാണ് എളുപ്പം. മെല്ലെ നമുക്ക് പുറകിൽ വരുന്ന ആൾക്കാരെ നമുക്ക് ഓരോരുത്തരായിട്ട് പ്രതിരോധിക്കാം. രണ്ടാമത്, പഠിച്ചൊരാൾ ചിന്തിക്കുന്നത്
ഈ ഓടി വരുന്നതിൽ ആരാണ് ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ളതും ആരാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളതും എന്നായിരിക്കും ചിന്തിക്കുക. ആർക്കിട്ടാണ് ആദ്യം അടിക്കേണ്ടെന്നായിരിക്കും അവൻ്റെ ചിന്ത. ഇത്തരത്തിലുള്ള ചിന്തകളാണ് വരുന്നത്. ഇപ്പം എത്ര വലിപ്പമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും അയാളുടെ ചില വീക്ക് പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾ എത്ര ഡംബൽസ് പിടിച്ചാലും കണ്ണിൽ മസിൽ പിടിക്കാൻ പറ്റില്ല. ക്ലിയറായി ഓർത്ത് വയ്ക്കുക, കണ്ണിൽ മസിൽ പിടിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, പെഡലിയുടെ ഭാഗത്ത് മസിൽ പിടിക്കാൻ പറ്റില്ല, സ്ട്രോങ് ആയിരിക്കില്ല. ഗ്രോവിൻ്റെ സൈഡിൽ മസിൽ പിടിക്കാൻ പറ്റില്ല, റൈറ്റ് അല്ലേ? പെഡലിയുടെ പുറകു വശത്ത് മസിൽ പിടിക്കാൻ പറ്റില്ല. വീക്ക് പോയിന്റ്സ് മനസ്സിലായോ? ഇനി എത്ര ഹൈറ്റ് ഉള്ള ആളാണെന്ന് കൂട്ടിക്ക്, അയാളുടെ ഗ്രോയിൻ സൈഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് മുകളിലല്ലല്ലോ, ഇവിടല്ലേ? ചിന്തിച്ച് ഇങ്ങനെ നമ്മളൊന്ന് റെഡിയായി നിന്നാൽ പലതും ചെയ്യാൻ പറ്റില്ല. വലിപ്പമുള്ള ഒരാളുടെ കയ്യിൽ പെട്ടാൽ പണിയാം, അത് ഞാൻ ഉറപ്പ് പറയാം. അവർ മുറുകെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റില്ല എന്ന് വരും. പിന്നെ ഇവർക്ക് ചില വീക്ക് പോയിന്റ് വേറെ ഉണ്ട്. ഇപ്പൊ സ്കിന്നി ആയിട്ടുള്ള സംഗതികളിൽ സ്കിന്ന് ഉണ്ടാവും. ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, നല്ല വണ്ണമുള്ള ഒരാൾക്കിട്ട് നമ്മൾ സ്കിന്ന് ഒരുപാടുള്ളിടത്ത് കൈ തളർത്തിയിട്ട് നല്ലൊരു അടി കൊടുത്താൽ അവർക്കത് താങ്ങാൻ കഴിയില്ല. അതാണ് സൈക്കോളജിക്കലായിട്ടുള്ള നമ്മുടെ അപ്രോച്ച്. നല്ല വണ്ണം ഒരാൾക്ക് പെയിൻ താങ്ങാനുള്ള ശേഷി കുറവായിരിക്കും. അതേസമയത്ത് വണ്ണം കുറഞ്ഞ ഒരാൾക്ക് എന്തായിരിക്കും, പെയിൻ താങ്ങാനുള്ള ശേഷി കൂടുതലായിരിക്കും. പക്ഷെ അവിടെ നല്ല ആഘാതം കിട്ടിയാൽ ഒടിയാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബോഡി ശക്തമാക്കി വെക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾ അടിക്കണം, നമ്മൾ പറയത്തില്ലേ, ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പറയത്തില്ലേ, ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ എതിരിടുമെന്നൊക്കെ പറയില്ലേ. അഭ്യാസത്തിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അഭ്യാസം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളതാണ്, ഏറ്റവും എളുപ്പത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കയറി ചെയ്യാനുള്ള ചില തന്ത്രങ്ങൾ, ഇപ്പോൾ ഒരു അടി വരുമ്പോൾ നമ്മൾ കാണുന്നതും കാണാത്തതുമായ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം ഒരു അടി വരികയാണ്, ഒരടി വന്നു, നമ്മൾ പിടിക്കുന്നുണ്ട്, കണ്ടോ? അപ്പം ഇത് ചിലപ്പോൾ തട്ടാൻ പറ്റിയെന്ന് വരും. ഇതില് മസിൽസിന്റെ ഈ ഭാഗം, അതായത് ഈ മസിൽ ടോട്ടൽ ഉണ്ടെങ്കിൽ അതിന്റെ ഏകദേശം മിഡ് എന്ന് പറയുന്ന ഈ ഭാഗം എത്ര പഠിച്ചവന്റെയും എത്ര മസിലുള്ളവന്റെയും വീക്ക് ആയിരിക്കും. നിങ്ങൾ ഓർത്തു വെച്ചോ, ഈ ഭാഗം. അപ്പോൾ ഒരടി നമ്മൾ തട്ടുമ്പോൾ ഈ ഭാഗത്തൊരു ഇടിയാണെങ്കിൽ ഇവിടെ ഒറ്റ അസ്ഥിയേ ഉള്ളൂ, ഇവിടെ രണ്ട് അസ്ഥിയുണ്ട്. നല്ല ഇടിയാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ, അതായത് ഇങ്ങോട്ടൊരു ആയം വരുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കുമ്പോൾ ഈ കൈ ഒടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഈ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു അടി വരുന്ന സമയത്ത് നമ്മളിവിടെ ചെറിയൊരു ഇടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ പോയിന്റ് നമ്മൾ ഓർത്ത് വയ്ക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, അടി വരുമ്പോൾ നമ്മൾ തട്ടി, കണ്ടോ? ഈ തട്ടുന്ന കയ്യ്, ഈ കയ്യ് ഇവിടെ വെച്ചുകൊണ്ട് ഇവിടെ പിടിച്ചാൽ, ഇപ്പം ഇവിടെ നമുക്കറിയാം താടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് താടിയിൽ പിടിക്കാനൊക്കെ പറ്റും. അപ്പോൾ താടിയിൽ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അതിൽ പിടിക്കാനുള്ള സംവിധാനങ്ങൾ കൊടുക്കരുത്. അതിനകത്ത് നൂരാൻ അറിയാവുന്നവർ മാത്രമേ താടി വളർത്താവൂ. അപ്പോൾ ഇവിടെ പിടിക്കുമ്പോൾ ഈ അടി ഇവിടെ വന്നാൽ ഇവിടെ സ്കിന്നുണ്ട്, കണ്ടോ? ഇവിടെ സ്കിന്നുണ്ട്. അപ്പോൾ ഈ അടിച്ചിട്ട് നമ്മൾ ഈ സ്കിന്ന് കൂട്ടി പിടിച്ചാൽ ആൾക്ക് നല്ല പെയിൻ എടുക്കും. പെയിൻ എടുക്കുമ്പോൾ ആൾക്ക് സഹിക്കാൻ മേലെ വരുമ്പോൾ ഇത്ര ഏരിയ, കണ്ടോ? ഈ ഏരിയ നമുക്ക് അടിച്ച് തകർക്കാൻ പറ്റും, റൈറ്റ്? ഇങ്ങനെയുള്ള കുറച്ച് തന്ത്രങ്ങളായിരിക്കും ഇതിനകത്ത് വിജയിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞനുസരിച്ച് ഒരു അടി വരുന്നു, അടിച്ചു, നമ്മൾ ഇവിടുന്ന് തട്ടിയിട്ട് നമ്മൾ ഇവിടെ അടിച്ച് ഇവിടെ പിടിക്കുന്നു. ഇവിടെ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിന്റെ വയറ് കണ്ട് ഇവിടെ കിടക്കുന്നത്, ഇത് ഭയങ്കര കുഴപ്പമുള്ള സ്ഥലമാണ്. അപ്പം ഇവിടെ നമുക്ക് പിഞ്ച് ചെയ്യാൻ പറ്റും, കണ്ടോ? ഇങ്ങനെ പിടിക്കാൻ പറ്റും, പിഞ്ച് ചെയ്യാൻ പറ്റും. പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് സഹിക്കാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ ഇത്ര ഏരിയ വയറ് കിടക്കുമല്ലേ, നമ്മളിങ്ങനെ പൊക്കിള് കൂട്ടിയിട്ട് ഇവിടെ ഒറ്റ അടി ഇങ്ങനെ അടിച്ചാൽ വേറെ ഒന്നുമില്ല, 1-2 ദിവസമൊക്കെ യൂറിനകത്തൂടെ ബ്ലഡേ പോകുള്ളൂ. ഇങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ ഇതിനകത്ത് അറിഞ്ഞു വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇവർക്കൊക്കെ അടിക്കുന്നു, അടിച്ചു, നമ്മൾ തട്ടുന്നു, കണ്ടോ? തട്ടിക്കഴിഞ്ഞാൽ ഗ്രോവിൻസ് എവിടെ ഇരിക്കുന്നത്, ഇവിടെയാണ്. ഓക്കെ, ഈ അടി തട്ടിയിട്ട് നമ്മൾ ഈ കൈ കൊണ്ടിട്ട് ഇവിടെ ഒരു അടി അടിച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്കിൻ ഇവിടെ കിട്ടും. അടിച്ചിട്ട് ഇവിടോട്ട് പിടിക്കുക, പിടിച്ചിട്ട് നേരെ കയറ്റി കൊടുക്കുക. കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പം തന്നെ നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ പെടലിക്ക് 2 കൈ കൊണ്ട് പിടിക്കും, ഇങ്ങനെ പിടിക്കും. നിങ്ങളൊന്നും നോക്കരുത്. ഓക്കെ, നല്ല വശം നമുക്ക് കാല് മേലിലൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഇടിക്കുക തന്നെ ചെയ്യാം. കളരികളിൽ ഒഴിവിനൊരു പ്രാധാന്യമുണ്ട്. കാരണം വലിയൊരാളാണെങ്കിൽ നമ്മൾ തട്ടണം എന്ന് കളരി പറയുന്നില്ല. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവിനെ ഉപയോഗിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു അടി വരുന്ന സമയത്ത് നമ്മൾ ഒഴിയുന്ന, കണ്ടോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഗംഭീര ഹിറ്റ് കൊടുക്കാൻ പറ്റും, റൈറ്റ്? ഇനി ഇവിടുന്ന് നമ്മൾ ഒഴിഞ്ഞ് ഇവിടെ വന്നാൽ അടിച്ച് പിടിക്കാൻ പറ്റുമല്ലോ. അടിച്ച് പിടിച്ചാൽ കണ്ണിൻ്റെ കോർണറുകൾ, കണ്ടോ? കൈ കയറ്റി വളരെ അടുത്ത് കൊണ്ടുവരിക, കൈ കയറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും. പിടിച്ചാൽ ഇയാളുടെ കൺട്രോൾ ഫുള്ളായിട്ട് പോവും.
പോകുമ്പോൾ നമുക്ക് കാലിൽ ചവിട്ടിയിട്ട് പുറകോട്ട് വലിച്ചിടാൻ പറ്റും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരെണ്ണം ഇങ്ങനെ കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെയുള്ള സിമ്പിൾ ട്രിക്കുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല. ഒരു ഹയർ ചോക്കാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പിടുത്തത്തിൽ വീണാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ സമയത്ത് നോക്കി നമ്മുടെ കാല് ഇങ്ങോട്ടൊന്ന് മാറ്റിയാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടില്ല. അപ്പം ഇതിൽ നമ്മൾ ചോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതായത് ചോക്ക് വരുമ്പോൾ കൈകൾ ആദ്യം ഇങ്ങനെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് കൈ എങ്ങോട്ടാ വരുന്നത് നോക്കി ഇങ്ങനെ വരും. ഈ സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തല ഇങ്ങനെ വരുമ്പോഴേ തല താത്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്കിന്നിൻ്റെ ഈ ഭാഗമില്ലേ, ബൈറ്റ് ചെയ്യാൻ പറ്റും, കടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് നമ്മളെ പിടിക്കാൻ വരാം. മനസ്സിലായി? അപ്പം ഈ ചോക്ക് ഇങ്ങനെ ഒഴിവാകും. ഈ ഒഴിവാകുന്ന സമയം കൊണ്ട് കടിച്ചുകൊണ്ട് നമ്മൾ തിരിച്ചാൽ നമ്മുടെ കയ്യിലായാണ്. ക്ലിയർ? ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അതായത് നമ്മളിങ്ങനെ നിൽക്കുന്നു, ആള് വരുന്നു, കണ്ട ഇവിടെ നമ്മുടെ കൺട്രോളിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എതിർക്കും എന്ന് രാഷ്ട്രീയക്കാർ പറയുന്നതിൻ്റെ ഒറിജിനൽ വേർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ക്ലിയർ? എക്സാമ്പിൾ, നമ്മളൊരു അടി വരുന്ന സമയത്ത് ആ അടി തട്ടി കയറി പോകുന്നേ കാണുള്ളൂ, പക്ഷെ ആൾക്ക് അനങ്ങാൻ പറ്റില്ല. അവിടെ നമ്മൾ ഈ ബൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. ബൈറ്റിങ്, പിഞ്ചിങ് അങ്ങനെ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ സ്ട്രീറ്റ് ഫൈറ്റിലുണ്ട്. സാധാരണ ആയുധങ്ങളിൽ അത് പഠിപ്പിക്കാറില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ നമ്മളൊരു ബൈറ്റിലുള്ള കാര്യമാണ് കാണിക്കുക. ആദ്യം എൻ്റെ രഹസ്യം കാണിക്കുന്നില്ല, രണ്ടാമത് രഹസ്യം വ്യക്തമായിട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഒരു അടി വരുന്നു, അപ്പം നമ്മളിങ്ങനെ പിടിച്ചു, നമ്മൾ നേരെ കയറി അങ്ങ് പോകുന്നു. ഇവിടെ വരെ നമുക്ക് കാണാനുള്ളൂ. ഇനി എൻ്റെ രഹസ്യം പറഞ്ഞുതരാം. നല്ല ഒരാൾ നമ്മുടെ പെടലിക്ക് വന്ന് പിടിക്കുന്നു. അപ്പം നമുക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ മേലാത്ത വിധത്തിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് കാണിക്കണം. നോക്കാം, പെടലിക്ക് പിടിക്കുന്നു ഫുള്ളായിട്ട്, കണ്ടോ? നമുക്ക് അനങ്ങാൻ കഴിയില്ല. ഓക്കെ, ഈ സമയത്ത് ഒന്നുമില്ലതാ, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഊരിപ്പോരാൻ പറ്റും. അപ്പം ഞാനതാ പറഞ്ഞ, കണ്ണിൽ മസിൽ പിടിക്കാൻ പറ്റില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നിട്ട് പറയുക, ആളിൻ്റെ വലിപ്പത്തിലും വണ്ണത്തിലും ഒക്കെ കാര്യമുണ്ടോ, അഭ്യാസം ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് ഓർക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.